പിന്നെ നമുക്ക് ഇരിക്കാൻ സമയമുണ്ടാവില്ല. ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും. ദൈവം നമ്മളെ 4 വശത്തും ഉപയോഗിക്കും. വേറൊരു ഉപമയില്ല, ഒരു സംഭവം തന്നെയായിട്ടില്ല അത് ചിത്രീകരിച്ചിരിക്കണേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീയും ഫരിസേയനും. യേശു ഒലിവമലയിലേക്ക് പോയി. യോഹന്നാൻ 8-ാം അധ്യായം. പിടിക്കപ്പെട്ട വ്യഭിചാരിണി യേശു ഒലിവമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി. അവനിരുന്ന് അവരെ പഠിപ്പിച്ചു. കണ്ടോ, ഇതൊരു കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമത്തിനും ഫരിസേയനും കൂടി അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. നമ്മളും ഒരുപാട് പാപം ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ പിടിക്കപ്പെട്ടവരായാൽ എന്തായിരിക്കും അവസ്ഥ? ഇവരും നമ്മളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അവൾ പിടിക്കപ്പെട്ടു. അവർ അവരോട് പറഞ്ഞു, ഗുരു വായിച്ചു. എല്ലാവരും കരമുയർത്തി. ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് അവനെ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. അവർക്ക് മനസ്സിലായി ഇവൻ നമ്മുടെ പക്ഷത്തല്ല. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവരെവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. എല്ലാവരും കരമുയർത്തി കൈവീശി കാണിച്ച് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ ദിവ്യജ്ഞാനമേ, നീതിയുടെ കവാടമേ, എനിക്കായി തുറക്കണമേ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ പണ്ട് മനസ്സിലാക്കിയത് വിട്ട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തയ്യാറാവാം. പ്രധാന ഒരു കാര്യം, ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് അവിടെ ഒരു അടയാളമായിട്ട് ഈ പാപം ചെയ്ത ലോകം മുഴുവനെയുമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ലോകം മുഴുവൻ്റെയും അവസ്ഥയാണ് അവളിലൂടെ മനസ്സിലാക്കിയത്. ഇനി ഈ സംഭവത്തിൽ അവളുടെ മനസ്സിനെ ഒന്ന് കാണുക. അവളുടെ ഇപ്പോഴത്തെ മനസ്സിൽ അവൾ 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് ഈ മരണവേദന അനുഭവിക്കുകയാണ്. അവരിതാ വലിയ പാറക്കല്ലുകൾ, ഒത്തിരി വലിപ്പമുള്ള ഒരു ഫുട്ബോളിൻ്റെ അത് വലിപ്പമുള്ള കല്ലുമായിട്ടാണ് വന്നേക്കുന്നത്. ഇവര് ഓരോരുത്തരുടെയും കല്ല് ഇവരുടെ തലയിൽ വന്ന് വീഴും. ഏതാനും നിമിഷത്തിനകം അവളുടെ തല ഒളിയും, അവൾ മരിക്കും.
ഈ വിചാരമാണ് ഇപ്പോൾ അവൾക്കുള്ളത്. ശരിയാണ്, പാപം ചെയ്തു. പാപത്തിന്റെ വേദന മരണം, ആത്മീയമായ മരണത്തെക്കുറിച്ചാണ് അവിടെ വചനം പറയുന്നത്. എന്നാൽ ഇവിടെ അവർ അവളെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുക. കാരണം അവരുടെ നിയമം പറയുന്നു കൊല്ലണം. എന്നാൽ ആ നിയമത്തിൽ തന്നെ വേറൊരു നിയമം പറയുന്നത് എന്താ? കൊല്ലരുത് എന്നതിന്റെ കൊല്ലരുത് എന്നതും നിയമം തന്നെയാണ്. ഈ നിയമത്തിനും ഫരിസേയനും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ? വലിയ കൊലപാതകം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് കൂട്ടരാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, പാപം ചെയ്ത ഒരു വ്യക്തിയും, രണ്ട്, പാപം ചെയ്യാൻ പോകുന്ന ഒരു കൂട്ടരും. അപ്പൊ യേശു പ്രഥമ ദൃഷ്ട്യാ നമ്മൾ നോക്കുമ്പോൾ യേശു അവളെ രക്ഷിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യേശു ഈ സംഭവത്തിലൂടെ അവളെ മാത്രമല്ല രക്ഷിക്കുന്നത്, യേശു അവളെയും അവരെയും രക്ഷിക്കുക. പാപം ചെയ്തവളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നു. പാപം ചെയ്യാൻ ദൃഢനിശ്ചയമായിട്ട് കല്ലുമായിട്ട് വന്നിരിക്കുന്നവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവർക്ക് പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതാണ് ദൈവത്തിന്റെ നീതിയുടെ പ്രവർത്തനം. ദൈവത്തിന്റെ നീതിയുടെ പ്രവർത്തനം നമ്മൾ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ കൃപ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ നീതി നമ്മളിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ, ആ നീതിയിൽ നമ്മുടെ ആത്മാവിൽ തരുന്ന ഒരു കരുത്ത് പിന്നെ പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നതാണ് ഇതിന്റെ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബോധ്യത്തിലാണ് അവസാനം ഈശോയോട് പറയുന്നത്, നീനെ ഞാൻ വിധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത് എന്ന് ഈശോ പറയുമ്പോൾ, മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ആ നീതിയുടെ കൃപാവരം അവൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. യേശു വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. യേശു പാപം ഏറ്റെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, പാപം ചെയ്യാതിരിക്കാനുള്ള നീതി ഇവിടെ നമുക്ക് നൽകുകയാണ്. ഇവിടെ ഞാനിപ്പോൾ ഇതിൻ്റെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് യേശു അവിടെ നിലത്ത് എഴുതിയിരുന്നത്. അപ്പൊ ഞാനിപ്പോ നമ്മുടെ അനിമേഷൻ ചിത്രം ഉണ്ടാക്കുമ്പോൾ അവിടെ എഴുതണ്ടേ? നമ്മൾ അവിടെ യേശു എന്തോ എഴുതണമെന്ന് പറഞ്ഞാൽ പോരല്ലോ, അവിടെ എഴുതണ്ടേ? എഴുതിയിട്ട് ഇവരിങ്ങനെ നോക്കി വായിക്കുന്നതായിട്ടാണ് ഞാൻ ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനതിനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഏശയ്യായുടെ പുസ്തകത്തിൽ 51-ാമത്തെ വചനത്തിൽ ആ നമ്മുടെ പാറ, നിന്നെ വെട്ടിയെടുത്ത പാറയുടെ ആ അധ്യായത്തിന്റെ 4-5 വചനങ്ങളിൽ എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടുന്നു, എന്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും. 4-ാമത്തെ വചനം മുഴുവനും പറഞ്ഞിട്ടുള്ളവരും, എന്റെ ജനമേ എന്റെ വാക്ക് കേൾക്കുവിൻ, എന്റെ രാജ്യമേ എനിക്ക് ചെവി തരുവിൻ. എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും, എന്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും. ഞാൻ വേഗം അവരെ മോചിപ്പിക്കും. എന്റെ രക്ഷ കടന്നു വരുന്നു. എന്റെ കരം ജനതകളെ ഭരിക്കും. കടപ്പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് അടുത്ത വചനം. തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ യേശു എഴുതുന്നതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതാണ്, എന്നിൽ നിന്നൊരു നിയമം പുറപ്പെടും, എന്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവർ ദേഷ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക്
യേശു അപ്പോൾ ഒരാളുണ്ട്, ശാന്തമാകെ വരട്ടെ, ശാന്തമാകും, യേശു എന്താ പറയട്ടെ. യേശു വളരെ ശാന്തമായിട്ട് പറയാണ്, നിങ്ങളിൽ യേശു ഇപ്പൊ കൊല്ലണ്ടെന്ന് പറയണെങ്കിലോ കണ്ടോ, അവൻ മോശയുടെ നിയമത്തിന് യേശു പറയുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. ഇത് കേട്ടപ്പോഴും അവരാകെ ഷോക്കടിച്ചു മാറി. കാരണം ഇത്രയും സമയം അവർ നോക്കിക്കൊണ്ടിരുന്നത് മുഴുവനും അവരുടെ പാപത്തെയാണ്. എന്നാൽ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ അവരുടെ പാപത്തിലേക്ക് തിരിഞ്ഞു. എല്ലാ മനുഷ്യരും പാപികളാണ് അല്ലേ? എല്ലാവരും പാപം ചെയ്തു ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്നും അകന്നിരിക്കുന്നു. മാത്രമല്ല, യേശുവിന്റെ ഈ വാക്കുകളിൽ, യേശുവിന്റെ വാക്ക് യേശു തന്നെയാണ്. എന്താണ് യേശുവിന്റെ വാക്ക്? യേശുവിന്റെ വാക്കുകൾ യേശു തന്നെയാണ്. വചനം ദൈവമാണ്, വചനം യേശുവാണ്. യേശു ഈ വാക്കുകൾ പറയുമ്പോൾ ആ കരുണാകരമായ നീതീകരണത്തിന്റെ കൃപാവരം ഈ വാക്കുകളിലൂടെ പ്രസരിക്കുന്നുണ്ട്. അവർ യേശുവിനെ നേരിട്ട് കാണുക മാത്രമല്ല, യേശുവിന്റെ ഈ വിസ്മരണീയമായ കൃപാവരം അവർ സ്പർശിക്കുക കൂടി ചെയ്തു. അവർക്ക് ഇത്രയും വാശിയിൽ അവളെ കൊല്ലണം എന്ന് പറഞ്ഞവരിങ്ങനെ ആവേശത്തിൽ നിന്ന് അവർ പെട്ടെന്ന് തളരുകയാണ്. കയ്യിൽ നിന്നും കല്ല് താഴെ വീണു. ചെന്ന് പറഞ്ഞവർ പലക്കരെ മുതിർന്നവർ മുതൽ ഓരോരുത്തരും പോകാൻ തുടങ്ങി. കണിശമായിട്ടും അവളെ കൊല്ലണം എന്ന് വീഴ്ചത്തോടെ വന്ന അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ചെയ്യാൻ പറ്റുന്നില്ല. That's the point. അതാണ് ഇവിടുത്തെ ക്ലൈമാക്സ്. വലിയൊരു പാപം, ഒരു കൊലപാതകം ചെയ്യാൻ മുൻകൂട്ടി തീരുമാനിച്ചു വരുന്നു എന്നതല്ലേ മാരക പാപം പറഞ്ഞു. അവർക്ക് അത് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ യേശു സ്പർശനമുണ്ടായി അവിടെ. അതാണ് യേശുവിന്റെ നീതിയുടെ പ്രവർത്തനം. അവർ മടങ്ങിപ്പോയി. ഇത് അസംഭവ്യമാണ്. ഒരിക്കലും അവരുടെ നിയമപ്രകാരം നടപ്പില്ലാത്ത കാര്യമാണ്. പക്ഷേ യേശുവിൻ്റെ നീതിയുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ ആ വീര്യം, തിന്മ ചെയ്യുന്നതിനുള്ള ആ വീര്യം മാറി. അവർ അത് ചെയ്യാൻ പറ്റാതെ അതിട്ടിട്ട് പോവുകയാണ്. അതോടൊപ്പം അവളും പോവുകയാണ്. അവളോട് പറഞ്ഞു, അവൾക്കും പാപം, ഇനിമേൽ പാപം ചെയ്യാതിരിക്കുന്ന ഒരു കൃപാവരം കിട്ടിയിട്ട് നീങ്ങുക. ഇത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സാങ്കല്പിക ഉദാഹരണമാണ് വിചാരിച്ചാൽ മതി. പക്ഷേ പലർക്കും എനിക്കൊക്കെ അനുഭവമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയാം, നമ്മൾ വളരെയധികം വേദനിപ്പിച്ച ഒരാൾ നമ്മളുടെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നൊരു കാര്യം. ഉദാഹരണത്തിന് ഒരു കല്യാണം വിളിക്കാൻ വന്നിരിക്കുകയാണ്. അവൻ വന്നിട്ട് എൻ്റെ മോളുടെ കല്യാണം വിളിക്കാൻ വരുമ്പോൾ, അപ്പം എൻ്റെ അകത്ത് മുഴുവൻ കിടക്കണ എന്താ? അവനോടുള്ള വിരോധമാണ്. അപ്പം ഞാൻ പറയണം, എനിക്കതിനെ അത് കഴിഞ്ഞിട്ട് എനിക്കപ്പോൾ അവനെ രണ്ട് കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നുക. അവസാനം ഞാനിതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇമാജിൻ
ചിന്തിക്കുക, ഞാൻ ഭാര്യ എടുത്തെന്ന് പറയാം എന്നുണ്ടോ, അവനും എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ കല്യാണം കഴിക്കാൻ വന്നത് ഞാൻ പിന്നെ വേണമെന്ന് വെച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകാറില്ലേ? നമ്മളൊന്ന് ദേഷിക്കരുത്, പറയണമെന്നോ വഴക്ക് പറയണമെന്നോ അടിക്കണമെന്നോ വരെയൊക്കെ തോന്നി. പക്ഷേ നമ്മൾ